Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. Hope all of you are doing well. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. And if you have any big news, put it in the live chat. എന്തെങ്കിലും വലിയ വാർത്തയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ലൈവ് ചാറ്റിൽ ഇടുക. Hallelujah. Hallelujah. Put your comments also after the live is over. നിങ്ങളുടെ ഈ ലൈവ് തീർന്നതിന് ശേഷം കമന്റിലും നിങ്ങൾ കമന്റ് ഇടുക. Hallelujah. Hallelujah. And I believe even today the Lord is going to do something new in your life. ഞാൻ വിശ്വസിക്കുന്ന ഇന്നും കർത്താവ് എന്തോ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. Amen. Amen. Who are today's sponsors? We are going to pray and we are going to bless them. ആരൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ്? നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ കോട്ടയം ബ്ലെസ്സിംഗ് സെന്ററിൽ ജുവൽ ബ്രൂസ് ആണ്. Wow. Jewel Bruce, congratulations. ഇന്ന് And thank ജുവലിന്റെ you. ജന്മദിനമാണ്. Many happy returns of the day, Jewel. കർത്താവേ, ജുവൽ മോളെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. Yes. ഇതുവരെയും ദൈവം നൽകിയ എല്ലാ നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണല്ലോ കർത്താവ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. Yes, Father. ധാരാളമായിട്ട് കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. So when you sponsor or when you partner with Blessing Today, people may think that they are a partner of Blessing Today, but actually they are partnering with the Lord's ministry. They are partners of the Lord Jesus in His ministry. ഓർക്കുക, നിങ്ങൾ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുകയോ അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകളൊക്കെ ചിന്തിക്കും ഇത് ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു പങ്കാളിയാണ്, പാർട്ട്ണറാണെന്ന്. എന്നാൽ സത്യത്തിൽ സംഭവിക്കും, നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെയും അവൻ്റെ രാജ്യത്തിൻ്റെയും അവൻ്റെ പ്രവർത്തനങ്ങളുടെയും പങ്കാളിയായി തീർത്തിരിക്കുകയാണ്. That is a great privilege. അതൊരു വലിയ ഭാഗ്യമാണ്. May God reward you all. ദൈവം നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം എല്ലാവർക്കും നൽകട്ടെ. Hallelujah. ഹല്ലേലൂയ. Let's worship the Lord with Blessing Today mini choir. ഈ സമയത്ത് ബ്ലെസ്സിംഗ് ടുഡേ മിനി കോയറിനോട് ചേർന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. Hallelujah. ഹല്ലേലൂയ. Praise the Lord. ആരാധന, അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ദൈവത്തോടുള്ള ബന്ധത്തിന്റെ ഉറപ്പ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കാൻ പോവുകയാണ്. ആരാധനയാണ് നമ്മുടെ സർവ്വം. കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് യേശുവിനോടുള്ള ആരാധന. എന്റെ ജീവിതമാണ് എന്റെ ആരാധന, ഞാൻ യേശുവില്ലായതിനാ. എന്റെ ജീവിതമാണ് എന്റെ ആരാധന, ഞാൻ യേശുവില്ലായതിനാ. എന്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവില്ലാലയമായി. എന്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമായി. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് ജീവയാഗമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് സ്നേഹമാണ് ആരാധന. എന്റെ യേശുവിൻ പാദത്തിൽ പകരുന്നതാ നല്ല തൈലമാണ് ആരാധന. എന്റെ യേശുവിൻ പാദത്തിൽ പകരുന്നതാ നല്ല തൈലമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ, എന്റെ ദൗത്യമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ, എന്റെ ദൗത്യമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. Anybody who has a relationship or a connection with the Lord Jesus will be enriched, will be blessed, and his future or her future shall be so bright, so good. ആമേൻ. യേശു ക്രിസ്തുവുമായിട്ട് നിങ്ങളുടെ ആർക്കെങ്കിലും
നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതവും അവനുമായിട്ട് ഒരു ബന്ധം നിങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. സ്വർഗീയമായിട്ടുള്ള ധാരാളം നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളൊരു പാത്രമായി തീരാൻ പോകുകയാണ്. People love to have a relationship with a film star. സാധാരണ ഒരു ഫിലിം സ്റ്റാറിനോടുകൂടെ ബന്ധം സ്ഥാപിക്കാൻ ജനങ്ങൾ സാധാരണ താല്പര്യപ്പെടാറുണ്ട്. If a film star or a cricket star or somebody who is famous is standing somewhere, can I take a selfie with you? സാധാരണ ഇത്തരത്തിൽ പ്രസിദ്ധരായിട്ടുള്ള ഫിലിം സ്റ്റാറോ അല്ലെങ്കിൽ ക്രിക്കറ്റ് സ്റ്റാറോ ഒക്കെ ആയിട്ട് പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ സാധാരണ ചോദിക്കും, ഞാൻ നിങ്ങളോടൊപ്പം ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കും. From that time, that will be the profile picture. അന്ന് മുതൽ അതായിരിക്കും അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചർ. So we all love and we all want to cherish the relationship with big people, great people, famous people. സാധാരണയായിട്ട് ഇത്തരത്തിൽ വലിയ ആളുകളോട്, പ്രസിദ്ധി ആർജിച്ച ആളുകളോട്, ഫെയിമുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തന്നെ താല്പര്യമുണ്ട്. But relationship with the Lord Jesus cannot be compared with any other relationship. എന്നാൽ യേശുക്രിസ്തുവുമായിട്ട് നാം സ്ഥാപിച്ചിട്ടുള്ള ബന്ധം മറ്റ് ഒരു ബന്ധവുമായിട്ട് താരതമ്യപ്പെടുത്തുവാൻ പോലും സാധിക്കാത്ത ബന്ധമാണ്. Why? Because all other relationships are seasonal, short and not at all eternal. കാരണം ഈ ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളും അത് ഒരു കാലയളവിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് അധികം നാളില്ലാത്ത താൽക്കാലികമാണ്. അത് നിത്യമായി നിലനിൽക്കാത്തതാണ്. Hallelujah. ഹല്ലേലൂയ. So we should love to be connected to Jesus. അതുകൊണ്ട് യേശുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിൽ നാം വളരെയധികം സന്തോഷിക്കണം. I think in the book, in the epistle to Timothy, Paul is writing, the Lord knows those who are belonging to him. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ദൈവം തനിക്കുള്ളവരെ അറിയുന്നു. That means very closely God knows his people. അതിന്റെ അർത്ഥം ദൈവം തൊട്ടടുത്ത് തന്നോട് കൂടെ നിൽക്കുന്നവരെ അവൻ വ്യക്തമായി തിരിച്ചറിയുന്നു എന്നാണ്. Hallelujah. ഹല്ലേലൂയ. So in the same, if you are praying to Jesus, if you are seeking after him, surely if you have committed your life to him, he knows you clearly and closely. ഓർക്കുക, നിങ്ങൾ അവനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അവനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അവൻ നിങ്ങളെ വളരെയധികം അടുത്തറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. Somebody shout hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറയും. Hallelujah. ഹല്ലേലൂയ. I'm going to give you one verse. ഞാൻ നിങ്ങൾക്ക് ഒരു വചനഭാഗം കൂടി നൽകാൻ പോകുകയാണ്. Quickly this came into my spirit. വളരെ പെട്ടെന്ന് എൻ്റെ ആത്മാവിലേക്ക് വന്ന ഒരു വചനഭാഗമാണിത്. Psalm 2 and verse number 12. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വചനം. Kiss his son, or he will be angry, and your way will lead you to your destruction, for his wrath can flare up in a moment. Blessed are all who take refuge in him. 12-ാമത്തെ വചനം, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. Now this verse is talking about a king. ഇത് ഒരു രാജാവിനെ കുറിച്ച് സംസാരിക്കുന്ന വചനഭാഗമാണ്. I am taking this from this context to talk about God and his son. ഞാനിപ്പോൾ ഈ ഭാഗത്തെ ദൈവവും തന്റെ പുത്രനെ കുറിച്ച് സംസാരിക്കുന്നതായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. God is our king. ദൈവം നമ്മുടെ രാജാവാണ്. He has a son. അവനൊരു പുത്രനുണ്ട്. He is also a king. അവനും ഒരു രാജാവ് തന്നെയാണ്. So God has a kingly royal son. ഇപ്പോൾ ദൈവത്തിന് ഒരു രാജകീയ പുത്രനുണ്ട്. So if you do not want to be destroyed in your way, you have to kiss the son. അതുകൊണ്ട് നിങ്ങളുടെ വഴിയിൽ വെച്ച്, നിങ്ങളുടെ യാത്രക്കിടയിൽ വെച്ച് നിങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ ഈ പുത്രനെ ചുംബിപ്പിൻ. See, the whole humanity is moving along the way of destruction. ഓർക്കുക, മനുഷ്യരാശി മുഴുവൻ നാശത്തിന്റെ പാതയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. That's what the Bible says. അതാണ് ബൈബിൾ പറയുന്നത്. Because all have sinned and have fallen short of the glory of God. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സ് നഷ്ടമാക്കിയിരിക്കുന്നു. And the wages of sin is death. അത് മാത്രമല്ല, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. So all people are going along the route of destruction
and their wages, the reward that they are going to get is death. ഇപ്പോൾ മനുഷ്യരാശി മുഴുവൻ നാശത്തിന്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിണിത ഫലമായിട്ട്, അതിന്റെ ശമ്പളമായിട്ട്, ഈ പാപത്തിന്റെ ശമ്പളമായിട്ട് ലഭിക്കുന്നതാകട്ടെ മരണവുമാണ്. So knowingly or not knowingly, all people are heading to eternal destruction and damnation. അറിഞ്ഞോ അറിയാതെയോ ഈ ജനങ്ങളെല്ലാം തന്നെ നിത്യനാശത്തിലേക്ക്, നിത്യ നരകത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. And if you want to get saved from the wrath of the king, that means the eternal judgment, ഇനി ഇപ്പോൾ ഈ അവന്റെ നിത്യ കോപത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ simply do something. You go and kiss the son of the king. നിങ്ങൾ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം, നിങ്ങൾ ചെന്ന് അവന്റെ പുത്രനെ ചുംബിക്കുക. Hallelujah. ഹല്ലേലൂയ. No penalty, ഒരു പിന്നീട് ശിക്ഷാവിധിയില്ല, no fine, ഫൈനില്ല, no beating. അടിയില്ല. You don't need to go to the eternal hell, the lake of fire. നിത്യ നരകം അല്ലെങ്കിൽ നിത്യ തീപ്പൊയ്കയിലോട്ട് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. You don't need to pay money for that. അതിനുവേണ്ടി പണം ചെലവിടേണ്ട ആവശ്യമില്ല. Just kiss the son of the king. നിങ്ങളുടെ രാജാവിന്റെ പുത്രനെ ഒന്ന് പോയി ചുംബിച്ചാൽ മാത്രം മതി. Hallelujah. ഹല്ലേലൂയ. What do you understand from that? നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? Our God is the King of Kings. നമ്മുടെ ദൈവം രാജാതി രാജാവാണ്. And he has his wrath piled up, stored for the last judgment. അവസാന ന്യായവിധിക്ക് വേണ്ടി അവൻ തന്റെ കോപത്തെ ചരതിച്ചു വെച്ചിരിക്കുകയാണ്. Now, anybody who wants to be spared from that eternal condemnation has to go and kiss the Son, the Lord Jesus. ഈ ഒരു നിത്യ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ പുത്രനെ പോയി ചുംബിക്കുക എന്നുള്ളതാണ്. See, if you are getting that chance, the king is very angry, he's going to kill you. But the king says, if you kiss my son, I will let you go. ഇനി ഇപ്പോൾ ഒരു കാര്യം ഭാവന കാണുക. രാജാവ് വളരെ അതീവ കോപാകുലനായി നിൽക്കുകയാണ്. നിങ്ങളെ കൊല്ലുവാൻ തക്ക വിധത്തിൽ താൻ തുനിഞ്ഞിരിക്കുകയാണ്. എന്നാൽ താൻ പറയുന്നു, നിങ്ങൾ പോയി എൻ്റെ പുത്രനെ പോയി ചുംബിച്ചാൽ എൻ്റെ ഈ കോപം ശമിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി ചുംബിക്കുമോ? No, let me think about that. I'm going to fast for 40 days and I will decide upon this question. Should I kiss the son or not? ഇല്ല, ഞാനൊന്ന് കാത്തിരിക്കട്ടെ. ഒരു 40 ദിവസമെങ്കിലൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പുത്രനെ പോയി ചുംബിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് ആലോചന ചോദിച്ചിട്ടാകാം എന്ന് നിങ്ങൾ കരുതുമോ? If I am given a chance, I will rush him, embrace him and kiss him 100 times or 1000 times. എനിക്ക് ഇങ്ങനൊരു അവസരമാണ് ജീവൻ ലഭിക്കുവാൻ വേണ്ടി, നിത്യ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഒരവസരം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പുത്രന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് 1000 തവണ ചുംബിക്കും. Hallelujah. ഹല്ലേലൂയ. Come to John chapter 1. ഇനിയിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വന്നാലും Let's read verse number 12. അതിന്റെ 12-ാമത്തെ വചനം നമുക്ക് വായിക്കാം. Yet to all who did receive him, to those who believed in his name, he gave the right to become children of God. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. Hallelujah. ഹല്ലേലൂയ. So it is about receiving him. ഇത് അവനെ സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. Whom to receive? ആരെയാണ് നാം സ്വീകരിക്കേണ്ടത്? We need to receive the one who is sent by the Father. പിതാവിനാൽ അയക്കപ്പെട്ട ആ വ്യക്തിയാണ് നാം സ്വീകരിക്കേണ്ടത്. That is Jesus Christ. അതാണ് യേശു ക്രിസ്തു. So when we believe in him, we will have eternal life. That means we will be spared from eternal, everlasting penalty. ഓർക്കുക, നാം അവനിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യ ജീവൻ ഉണ്ടാകുകയാണ്. നിത്യമായ ന്യായവിധിയിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കുകയാണ്. Somebody shout hallelujah. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? Hallelujah. ഹല്ലേലൂയ. So God is not a complicated God. അതുകൊണ്ട് ദൈവം സങ്കീർണതകളുടെ ഒരു ദൈവമല്ല. He is a very simple God. അവൻ വളരെ ലാളിത്യമുള്ള ഒരു ദൈവമാണ്. And it is the theology, the philosophy, the schools of thought of people and all the misconceptions that make that present Jesus and his Father complicated personalities. എന്നാൽ സത്യത്തിൽ ഈ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും ഇത്തരത്തിലുള്ള അറിവുകളും മറ്റ് കാര്യാദികളും ഒക്കെയാണ് പിതാവിനെയും പുത്രനെയും തമ്മിലുള്ള ബന്ധത്തെയും കാര്യാദികളെയും ഒക്കെ ഇത്ര സങ്കീർണതയുള്ളതാക്കി തീർത്തത്. Hallelujah. ഹല്ലേലൂയ. When you know
the nature of God, you will find out that even though He is a very complex personality, He deals with us in a very, very simple way. ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും രീതികളെക്കുറിച്ചും നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ സങ്കീർണതകൾ ഉള്ള പലതും അവനിൽ കാണാൻ സാധിക്കുമെങ്കിലും അവനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നാം ഏർപ്പെടുമ്പോൾ അവനാണ് ഏറ്റവും ലളിതമായിട്ടുള്ളത്, ലാളിത്യമായിട്ടുള്ളത്, എളുപ്പമായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. So the knowledge you have about God will reflect in your relationship with Him. ഓർക്കുക, നിങ്ങൾക്ക് അവനെക്കുറിച്ചുള്ള അറിവ് സത്യത്തിൽ നിങ്ങൾക്ക് അവനുമായിട്ടുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. So your approach to Jesus will depend upon your idea or the revelation you have about Him. നിങ്ങൾക്ക് ദൈവത്തെ സമീപിക്കുന്നതിലുള്ള ആ കാര്യാദികൾ, അത് ദൈവത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ആ വെളിപ്പാടുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യാദികളാണ്. For example, if you think that Jesus is a very cruel person, your approach will depend upon that kind of a concept. ഈ ഉദാഹരണമായിട്ട് യേശുക്രിസ്തു വളരെ ക്രൂരനായിട്ടുള്ള ഒരു ദൈവമാണ് എന്ന് പറയുന്ന ഒരു ആശയമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്നെങ്കിൽ അവനുമായിട്ടുള്ള നിങ്ങളുടെ സമീപനം എന്ന് പറയുന്ന ആ ആശയത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും. So you will resort to an improper approach to Jesus. അങ്ങനെ വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ശരിയല്ലാത്ത ഒരു സമീപനത്തിന്റെ രീതിയായിരിക്കും നിങ്ങൾ കൈക്കൊള്ളുന്നത്. But when you know that Jesus is very simple, He is very loving, He is very careful and compassionate, very freely you can approach Him. എന്നാൽ യേശുക്രിസ്തു വളരെ ലാളിത്യമുള്ളവനാണ്, വളരെ കരുതുന്നവനാണ്, നമ്മളോട് മനസ്സലിവുള്ളവനാണ്, നമ്മുടെ ദൈവമാണ്, വളരെ സ്നേഹമുള്ളവനാണ് എന്ന് പറയുന്ന ആശയം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ സമീപനം വളരെ വ്യത്യസ്തമായിട്ടുള്ളത്, വളരെ എളുപ്പമുള്ളതുമായിരിക്കും. Hallelujah. Hallelujah. And for this, the word of God will help us a lot. അതിനു വേണ്ടിയിട്ട് ദൈവത്തിന്റെ വചനം നമ്മെ ഒത്തിരി അധികം സഹായിക്കുന്നുണ്ട്. Let's read Hebrews chapter 11. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. And without faith, it's impossible to please God, because anyone who comes to Him must believe that He exists and that He rewards those who earnestly seek Him. അതിന്റെ 6-ാമത്തെ വചനം, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. Hallelujah. ഹല്ലേലൂയ. Very important verse. വളരെ പ്രധാനപ്പെട്ട ഒരു വചനം. Here it says, without faith, it's not difficult, impossible to please God. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസമില്ലാതെ ബുദ്ധിമുട്ടാണെന്നല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ബുദ്ധിമുട്ടെന്നല്ല എഴുതിയിരിക്കുന്നത്, മറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അസാധ്യമാണെന്നാണ്. Did you hear that? നിങ്ങളത് ശ്രദ്ധിച്ചു കേട്ടുവോ? Many people do many gimmicks to please God. ഒത്തിരി ആളുകളും ദൈവത്തെ പല വിധത്തിൽ പ്രസാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. But Bible clearly tells us that without faith it is impossible to please God. എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. But where will you get this faith? എങ്ങനെയെങ്കിൽ ഈ വിശ്വാസം എവിടെ നിന്ന് കിട്ടും? Let's go to Romans chapter 10. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. And there you will get how faith will come into your life. ഇവിടെയാണ് എങ്ങനെയാണ് വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Romans 10 verse number 17. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനം. Consequently, faith comes from hearing the message, and the message is heard through the word about Christ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. So Hebrews chapter 11 verse number 6 says, without faith you can never please God. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വചനം പറയുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. Okay brother, but I don't have faith. How can I get faith? Where can I go and get faith? എന്റെ ബ്രദറെ, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് വിശ്വാസമില്ല. ഈ വിശ്വാസം എനിക്ക് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും? The answer is given here, Romans 10:17. അതിന്റെ ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റോമർ 10:17. Consequently, faith
comes from hearing the message, and the message is heard through the word about Christ. തുടർമാനമായിട്ടും വിശ്വാസം കേൾവിയാലാണ് വരുന്നത്, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുമാണ് വരുന്നത്. That means we have to hear the message. That's what you are doing right now. അതിനു വേണ്ടിയിട്ട് നാം ദൈവിക സന്ദേശങ്ങളെ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കണം. അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. And make it a habit, make it a lifestyle. അത് ഒരു ശൈലിയായിട്ടും ജീവിത ചിട്ടയായിട്ടും അതിനെ മാറ്റുക. Hallelujah. ഹല്ലേലൂയ. Listen and listen and listen again and again. വീണ്ടും ദൈവത്തിന്റെ വചന സന്ദേശങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക. I think that in the last lockdown season, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്ക്ഡൌൺ സീസണിൽ one girl wrote to me. I think sent a voice message. ഒരു മകൾ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. I think she was traveling from India to US for job. അവൾ ജോലിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് യുഎസിലേക്ക് പോവുകയായിരുന്നു. And her mommy gave her my prayer diary. അവളുടെ അമ്മി അവൾക്ക് എന്റെ പ്രാർത്ഥനാ ഡയറി എന്ന് പറയുന്ന പുസ്തകം കൊടുത്തു. She didn't like my prayer diary or Bible or Jesus or any prayer. എന്നാൽ അവൾക്ക് ഈ മൈ പ്രേയർ ഡയറിയോ ബൈബിളോ ജീസസോ യാതൊരു പ്രാർത്ഥനയോ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. But just to please her mother, she put it in the bag. എന്നാൽ ആ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം അതെടുത്ത് ബാഗിലേക്ക് വെച്ചു. I think this happened in 2019. ഇത് 2019 സംഭവിച്ച കാര്യമാണ്. But in 2019 November, the first attack of coronavirus started. 2019 നവംബറിലാണ് ആദ്യത്തെ കൊറോണ വൈറസിന്റെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തത്. When we entered 2020, January, February, March, there was a hike in coronavirus cases. എന്നാൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലേക്കായപ്പോൾ കൊറോണ വൈറസിന്റെ ഹൈക്ക് വളരെ കൂടാൻ തുടങ്ങിയിരുന്നു. And this girl went into quarantine. ആ പെൺകുട്ടി അവിടെ ക്വാറന്റൈനിൽ അകപ്പെട്ടു. So what happened was there was no other engagement, no friends, nobody, only four walls inside the girl alone. അവൾക്ക് പ്രത്യേകിച്ച് മീറ്റിംഗുകളില്ല, ഫ്രണ്ട്സ് ഇല്ല, പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല, 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിട്ടതുപോലെയായി. She got very bored. ആ സമയത്ത് അവൾക്ക് വളരെ ബോറായിട്ട് തോന്നി. And just remember that prayer diary. ആ സമയത്താണ് ഈ പ്രേയർ ഡയറിയെ കുറിച്ച് നമ്മൾ ഓർത്തത്. Mummy had gifted her. മമ്മി അവൾക്ക് സമ്മാനമായി കൊടുത്ത പ്രേയർ ഡയറി. She opened it. അവള് തുറന്നു. Started using the prayers. അവൾ അതിലകത്ത് പ്രാർത്ഥനകൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. Because it was scripture woven, she was very interested. ആ കാരണം എന്ത് ചോദിച്ചാൽ അത് ദൈവ വചനങ്ങളെ, തിരുവചനങ്ങളെ കോർത്തിണക്കിയതായതുകൊണ്ട് അവൾക്ക് അതിൽ വളരെ താല്പര്യം തോന്നി. Then she started searching for Blessing Today in YouTube. അതിനുശേഷം അവൾ ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. And she started listening to these messages. ഈ സന്ദേശങ്ങളൊക്കെ അവൾ കേൾക്കുവാൻ തുടങ്ങി. Again and 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 again. അവൾ വളരെ പെട്ടെന്ന് വളരെ വീണ്ടും അവൾ അത് കേൾക്കാൻ തുടങ്ങി. Hundreds of morning glory episodes, Sunday services, healing, all kinds of everything that was available, she was listening again and again. അവള് മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകൾ, വൈകുന്നേരത്തെ എപ്പിസോഡുകൾ, അതുപോലെ തന്നെ ഹീലിംഗ് ക്രൂസേഡ് മെസ്സേജുകൾ, സൺഡേ ആരാധന സന്ദേശങ്ങൾ, ഇതെല്ലാം തന്നെ അവൾ പലവട്ടം വീണ്ടും അവൾ കേൾക്കാൻ ആരംഭിച്ചു. All through the daytime she listened. എല്ലാ ദിവസവും പകൽ സമയങ്ങളിൽ അവൾ ഇത് കേൾക്കും. Then it was bedtime. അതിനുശേഷം അവളുടെ കിടക്കാനുള്ള സമയമായി. In the bedtime also she did not switch it off. അവളുടെ കിടക്കുന്ന സമയത്ത് പോലും ഈ കാര്യങ്ങൾ അവൾ സ്വിച്ച് ഓഫ് ചെയ്യില്ല. That means even while she was sleeping, the word of God was playing. അതിന്റെ അർത്ഥം അവൾ ഉറങ്ങുമ്പോൾ പോലും ദൈവത്തിന്റെ വചനം, അതിന്റെ ശബ്ദം അവിടെ നിറഞ്ഞുകൊണ്ടേയിരുന്നു. And she wrote to me, I think sent a voice message and said, now I am addicted to the word of God. അവൾ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചത് ഇപ്രകാരമാണ്: ഇപ്പോൾ ഞാൻ ഈ ദൈവ വചനത്തിന് അഡിക്റ്റഡ് ആണ്, അടിമയാണ്. Many people are addicted to drugs. ഒത്തിരി ആളുകളും മയക്കുമരുന്നിനോട് അടിമകളാണ്. Marijuana and many other kind of stuff. മർവാന തുടങ്ങിയുള്ള മറ്റു പല കാര്യങ്ങളിലും അവര് അഡിക്റ്റഡ് ആണ്. But there are people who are addicted to the word of God. എന്നാൽ ദൈവവചനത്തോട് അഡിക്റ്റഡ് ആയിട്ടുള്ള, അതിൽ ആവേശം ലഭിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട്. There are people addicted to Jesus. ചില ആളുകളാകട്ടെ യേശുവിന് അഡിക്റ്റഡ് ആണ്. Hallelujah. Hallelujah. That is the right kind of addiction. അതൊരു നല്ല ശരിയായ അഡിക്ഷൻ ആണ്. Hallelujah. Hallelujah. So God is a big God, but when you approach him
approach Him with faith. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. അതുകൊണ്ട് അവനെ നാം സമീപിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടിയാണ് സമീപിക്കേണ്ടത്. Hallelujah. ഹല്ലേലൂയ. Can I tell you something? ചില കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. God is just a moment away from you. ദൈവം ഒരു നിമിഷം മാത്രം അകലെ നിൽക്കുന്നു. In that moment, when you open your heart and call out Him, Jesus, He's there for you. ഹല്ലേലൂയ. എന്നാൽ ആ നിമിഷത്തിൽ നിന്നുകൊണ്ട്, ആ കൊച്ചകലത്തിൽ നിന്നുകൊണ്ട് യേശുവേ എന്ന് വിളിക്കുന്ന ആ നിമിഷത്തിൽ അവൻ നിന്റെ അരികിലേക്ക് എത്തിച്ചേരുകയാണ്. No, brother. God is sitting in the throne in third heaven. He has to travel all the way from here. First of all, he has to apply for visa, and he has to take the tickets and travel and come. He will take much time. It's not like that. A moment away, the moment your heart is open, He's there. ഇല്ല ബ്രദറെ, അങ്ങനെയൊന്നും നടക്കുന്ന പരിപാടിയല്ല. ദൈവം തമ്പുരാൻ യേശുക്രിസ്തു മൂന്നാം സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. അവിടുന്ന് വിസ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ എത്തിച്ചേരണമെങ്കിൽ കുറേ ദിവസങ്ങളും കാലങ്ങളും ഒക്കെ എത്തിച്ചേരും. എൻ്റെ പൊന്ന് സഹോദര, അങ്ങനെയല്ല. നീ ഒരു നിമിഷത്തിൽ യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആ നിമിഷാർത്ഥത്തിൽ അവൻ നിന്റെ അരികിലേക്ക് ഓടിയെത്തും. When people are not around us, we feel loneliness. നമുക്ക് ചുറ്റും ആളുകളില്ലാത്ത സമയത്ത് നമ്മൾക്ക് ഏകാന്തത അനുഭവപ്പെടും. I am alone, brother. ഞാൻ ഏകനാണ് സഹോദര. There is nobody in the house. ഈ വീട്ടിനകത്ത് ആരും തന്നെ There is ഇല്ല. nobody in my life. എന്റെ ജീവിതത്തിലും ആരുമില്ല. If you know the truth, you will never say you are alone, because nobody can escape from the presence of God. ഓർക്കുക, നിങ്ങൾക്ക് ഈ സത്യം അറിയാമെങ്കിൽ ആരും തന്നെ പറയരുത് ഞാൻ ഒറ്റയ്ക്കാണെന്ന്. കാരണം ആർക്കും തന്നെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുവാൻ, ഓടിപ്പോകുവാൻ സാധ്യമല്ല. If you have the real realization, you can never believe in loneliness, because everywhere there is the presence of God. Jehovah Shammah, the Lord is there. He is always present. Amen. Hallelujah. നിങ്ങൾക്ക് ഒരിക്കൽ പോലും അവൻ ഞാൻ ഏകനാണ്, ഏകാന്തത അനുഭവിക്കുന്നു എന്ന് പറയാൻ സാധ്യമല്ല. കാരണം ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു ഇടവുമില്ല. കാരണം യഹോവ ഷമ്മ, അവൻ ഇവിടെ ഉണ്ട്. സത്യം, അവൻ നമ്മോട് കൂടെയുണ്ട്. അവനില്ലാത്ത ഒരിടം പോലും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറയരുത്. എല്ലായിടത്തും അവൻ നിന്റെ കൂടെയുണ്ട്. Especially after the coming of Jesus, nobody can say it, because He is Emmanuel, God with us. ഓർക്കുക, യേശു കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞ ഉള്ള കാലഘട്ടത്തിൽ ആർക്കും തന്നെ ഏകനാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവൻ ഇമ്മാനുവേലാണ്, ദൈവം നമ്മോട് കൂടെ. Everybody say, God is with me. എല്ലാവരും ചേർന്നൊന്ന് പറയുമ്പോൾ, ദൈവം എന്റെ കൂടെയുണ്ട്. Wherever I go, He is with me. എവിടെയൊക്കെ ഞാൻ കടന്നു പോയാലും അവൻ എന്റെ കൂടെയുണ്ട്. That's why in Psalm 23 we read, even if I go through the darkest valley of death, Lord, you are with me and I will not be afraid. അതുകൊണ്ടാണ് 23-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്, കൂരിരുളിൽ താഴ്വരയിലൂടെ കടന്നു പോയാലും കർത്താവേ ഞാൻ ഒറ്റയ്ക്കല്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. God is speaking to some of you right now. ഇപ്പോൾ ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുകയാണ്. You are not alone. നിങ്ങൾ ഒറ്റയ്ക്കല്ല. He will never leave you, nor give up on you, nor forsake you. അവൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല, ഒരിക്കലും മറന്നു കളയില്ല, ഒരിക്കലും ഉപേക്ഷിച്ച് കളയുകയില്ല. He is an ever-present companion. ഓർക്കുക, അവൻ എന്നും നിങ്ങളോടുകൂടെ സന്നിഹിതനായിരിക്കുന്ന നിങ്ങളുടെ കൂട്ടാളിയാണ്. And the presence of God is now falling on you. അത് മാത്രമല്ല, ദൈവത്തിന്റെ സാന്നിധ്യം ഇതാ നിങ്ങളുടെ മേൽ വന്നു വീഴുകയാണ്. Hallelujah. Hallelujah. God is specially touching some of you. ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയോ കർത്താവ് പ്രത്യേകമായിട്ട് സ്പർശിക്കുകയാണ്. There is a Catherine right now, tears are falling down. ഇപ്പോൾ ഒരു കാതറിൻ, നിങ്ങളുടെ കണ്ണുനീരുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. And the sorrows are going out, joy is coming in. ഈ സമയത്ത് സങ്കടങ്ങളെല്ലാം മാറിപ്പോയിട്ട് സന്തോഷം ഇതാ നിനക്ക് ലഭിക്കുകയാണ്. Patting on your shoulder, Jesus is telling you, I am there with you even if nobody is there. ഓ, നിങ്ങളുടെ തോളിൽ തട്ടിക്കൊണ്ട് യേശു കർത്താവ് പറയുന്നു, ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. Hallelujah. Hallelujah. God has called you also to serve Him. അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അവനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി കൂടിയാണ്. Hallelujah. Hallelujah. There are some people who are afflicted by hernia. The Lord wants to heal you, just believe. ഇപ്പോൾ ഹെർണിയയുടെ അസുഖമുള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കിയാണ് വിശ്വസിക്കാൻ തുടങ്ങിയാലും. Hallelujah. Hallelujah. And
many people are being touched right now, ഈ സമയത്ത് ഒത്തിരി ആളുകളും സ്പർശിക്കപ്പെടുന്നുണ്ടല്ലോ. and you are getting filled in the Holy Spirit. അതുമാത്രമല്ല പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ തന്നെ നിറയുവാൻ Some തുടങ്ങിയാലും. of you, the Lord will ask you to get water baptized. അതുമാത്രമല്ല നിങ്ങൾ ചില ആളുകളോട് ജലസ്നാനം ഏറ്റെടുക്കുവാനായി കർത്താവ് ആവശ്യപ്പെടുന്നു. You have a lot of doubts inside. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒത്തിരി You സംശയങ്ങളുണ്ട്. can call up the prayer line. നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രയർ ലൈനിൽ വിളിക്കാൻ Or സാധിക്കും. call one of our Blessing Today ministers. അല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേ മിനിസ്റ്റേഴ്സിൽ ആരെങ്കിലും വിളിക്കാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. There are a few people with eye problems, അതുപോലെ തന്നെ കണ്ണിന്റെ പ്രശ്നമുള്ള ചില ആളുകളെ കർത്താവ് കാണിക്കുന്നു. and Jesus is healing you. യേശു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. Thank you, Jesus. നന്ദി യേശുവേ. Shall we all lift our hands and thank the Lord? ഈ സമയത്ത് രണ്ട് കൈകളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാമോ? Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Thank you, Lord Jesus, for touching your people. കർത്താവേ അങ്ങയുടെ ജനത്തെ അങ്ങ് തൊട്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Today evening at 7 o'clock Indian Standard Time, we are going to have another healing crusade. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ നമുക്ക് മറ്റൊരു ഹീലിംഗ് ക്രൂസേഡ് നടക്കുന്നതാണ്. Jesus is the healer, I am not. യേശു കർത്താവാണ് സൗഖ്യദായകൻ, ഞാനല്ല. But you can believe in him and come. നിങ്ങൾക്ക് അവനിൽ വിശ്വസിച്ച് അവന്റെ അരികിലേക്ക് വരാൻ സാധിക്കും. Bring in other people also. മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടുവരിക. Never be selfish in your spiritual നിങ്ങളുടെ life. ആത്മിക ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു സ്വസ്നേഹി ആകരുത്. Hallelujah. ഹല്ലേലൂയ. And partner with this ministry, sponsor some of these episodes. ഈ മിനിസ്ട്രിയുമായിട്ട് പാർട്ട്നേഴ്സ് ആവുക, അതുപോലെ തന്നെ സ്പോൺസർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. You can send your financial gifts for the ministry, the work of the Lord, in the accounts that are shown, that you can use in different nations around the globe. നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നതിന് വിവിധ രാജ്യങ്ങളുടെ വ്യത്യസ്തമായ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സ്ക്രീൻ കാണുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് കർത്താവിനെ സേവിക്കുവാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. God bless you. We love you. See you tomorrow. Bye-bye. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ. യേശുവിൻ പാദത്തിൽ പകരുന്നതാ നല്ല തൈലമാണ് ആരാധന. എന്റെ യേശുവിൻ പാദത്തിൽ പകരുന്നതാ നല്ല തൈലമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ, എന്റെ ദൗത്യമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ, എന്റെ ദൗത്യമാണ് ആരാധന. ആരാധനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ഓ ജീവൻ തന്ന എന്റെ യേശുവിൻ എന്റെ സ്നേഹമാണ് ആരാധന. ഓ ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ഓ ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന.